ഈ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നുള്ള ഒരു റീൽ കണ്ടു. സൗദി അറേബ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായ ദിവസം ഒരു സൗദി സ്വദേശിയോട് വേർ ഈസ് സൗദി എന്ന് നിരന്തരം ചോദിച്ച് കളിയാക്കുന്ന ചില മലയാളികൾ. എന്നാൽ ആ തദ്ദേശീയൻ ഒറ്റ ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്: വേർ ഈസ് ഇന്ത്യ? അതെ, ഓരോ 4 കൊല്ലത്തിലും ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ, സ്വയം ചോദിക്കുന്ന ചോദ്യം: ഇന്ത്യ എന്നെങ്കിലും ലോകകപ്പ് കളിക്കുമോ? ശരിക്കും ഈ ചോദ്യം ഇന്ത്യക്കാർ ലോകകപ്പ് സമയത്ത് ചോദിക്കേണ്ട ചോദ്യമല്ല, ഓരോ ദിവസവും ചോദിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, 1.4 ബില്യൺ ജനങ്ങൾ. അതിൽ നിന്ന് ലോകവേദിയിൽ പന്തു തട്ടുവാൻ ഒരു 11 കളിക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? പ്രമുഖ പോഡ്കാസ്റ്ററായ രാജ് ഷമാനിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ അതിഥിയായി എത്തിയത് മിനർവ ഫുട്ബോൾ അക്കാദമി ഡയറക്ടറായ രഞ്ജിത്ത് ബജാജ് ആയിരുന്നു. രഞ്ജിത്ത് ബജാജ് നിരന്തരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള യുദ്ധത്തിലൂടെ വാർത്തകൾ നിറയുന്ന ആളാണ്. എന്നാൽ അരങ്ങേറ്റം കുറിച്ച ആദ്യത്തെ ഐ ലീഗ് തന്നെ തൂക്കിയ ടീമിന്റെ ഡയറക്ടറുമാണ്. ഇതിനകം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നിരവധി പ്രതിഭകളെ നൽകിയ അക്കാദമിയുടെ മേധാവിയാണ്. രഞ്ജിത്ത് ബജാജ് എന്നും ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് റിബൽ മോഡിലുള്ള ഒരു കായിക പ്രേമിയാണ് എന്ന് പറയാം. എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടികൾ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ പ്രേമിയെ പൊള്ളിക്കുന്നത് തന്നെയാണ്. ഇതിനകം 1.5 മില്യണിലധികം ആളുകൾ കണ്ട, അതിനൊപ്പം റീലുകളായി വൈറലായ ഈ പോഡ്കാസ്റ്റിൽ ഇന്ത്യൻ ഫുട്ബോൾ ലോകവേദിയിൽ എത്താത്തതിന്റെ കാരണമായി പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, രാജ്യത്തിന്റെ മനോഭാവം. 2, സിസ്റ്റത്തിന്റെ പരാജയം. ഇതിൽ മനോഭാവം എടുത്താൽ ഇന്ത്യക്കാരുടെ ജീനിൽ ഫുട്ബോൾ ഇല്ല എന്നതാണ് പലപ്പോഴും അടിയുറച്ച വിശ്വാസം. എന്നാൽ ചരിത്രപരമായി പോലും ഇത് ശരിയല്ല. 1960-70 കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകകപ്പ് എന്ന ലക്ഷ്യത്തിനപ്പുറം നാം അന്ന് ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയിട്ടുണ്ട്. എന്നാൽ സ്പോർട്സ് രംഗത്ത് വന്ന മാറ്റത്തിനനുസരിച്ച് കളിയും അടിസ്ഥാന സൗകര്യവും വർദ്ധിച്ചില്ല. ഇതോടെ ഏറ്റവും വേഗത്തിൽ ലഭിക്കാവുന്ന ന്യായീകരണം നാം കണ്ടെത്തി: നമ്മുടെ ജീനിൽ ഫുട്ബോൾ ഇല്ല. അതേസമയം ഒരു നീരജ് ചോപ്ര ഒളിമ്പിക്സ് ജാവലിൻ സ്വർണം നേടി. ഒരു 10 കൊല്ലം മുമ്പെങ്കിലും ഇത്തരം ഒരു കാര്യം രാജ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ആ നീരജിന്റെ നേട്ടം സച്ചിൻ യാദവ് അടക്കം ലോക ജാവലിൻ വേദിയിൽ ടോപ്പ് അത്ലറ്റുകളെ ഇന്ത്യയിൽ നിന്ന് സംഭാവന ചെയ്യുന്നതിലേക്ക് നയിച്ചു. ഷൂട്ടിങ്ങിൽ ഇന്ത്യ ഒരു ശക്തിയായി മാറിയത് ആലോചിക്കുക. ക്രിക്കറ്റ് ഇന്ത്യയുടെ കുത്തക പോലെയായത് ഓർക്കുക. ഇതെല്ലാം പരിഗണിച്ചാൽ ഒരു പരിശ്രമത്തിനപ്പുറം ഇന്ത്യക്ക് വഴങ്ങാത്ത ഗെയിമില്ല. ഫുട്ബോളും അതിൽ പെടും. വേറൊരു ഉദാഹരണം എടുത്താൽ ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കിയാണ്. ഹോക്കിയിൽ നാം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ പ്രബല ശക്തിയായിരുന്നു. 1960-70 വരെ ഇത് തുടർന്നു. എന്നാൽ പിന്നീട് ആ പ്രതാപം നഷ്ടപ്പെട്ടു. പ്രധാന കാരണം ഹോക്കി സാധാരണ പുൽമൈതാനങ്ങളിൽ നിന്ന് ടർഫിലേക്ക് മാറിയപ്പോൾ ആ സ്പോർട്സ് സയൻസ് നമുക്ക് മനസ്സിലായില്ല എന്നതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഹോക്കിയിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ്. തകർന്നു കിടന്ന ഇന്ത്യൻ ഹോക്കിയെ കൈപിടിച്ചുയർത്തിയത്, അതിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പ് ചെയ്ത ഒഡീഷ സർക്കാരായിരുന്നു. 400 പുതിയ ഹോക്കി ടർഫുകളാണ് ഒഡീഷ പണിതത്. ഇതിന്റെ മാറ്റം കാണാം. ഇന്ന് ഇന്ത്യൻ ഹോക്കി ടീമിലെ 60% മുകളിൽ ഒഡീഷയുടെ താരങ്ങളാണ്. നമുക്ക് കഴിവില്ലാത്തതല്ല, അത് വെട്ടിപ്പിടിക്കാനുള്ള മനോഭാവം മുഖ്യമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വന്നാൽ, ഇന്ത്യയുടെ ഫുട്ബോൾ ഭരണമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അതെ, സിസ്റ്റം കംപ്ലീറ്റ് ഔട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയുടെ ഫുട്ബോൾ ഭരണം ഇന്നും ദാരിദ്ര്യത്തിലാണ്. അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയ്ക്കൊന്നും ഒരു കുറവുമില്ല. സുപ്രീം കോടതി പോലും ഇടപെടുന്ന നിലയുണ്ടായി. കളിക്കാരുടെ ജാതകം നോക്കി ടീം ലിസ്റ്റ് ഇടാൻ ജ്യോതിഷിയെ നിയമിച്ചത് ആരോ ഉണ്ടാക്കിയതാണെന്ന് നാം കരുതും. അല്ല, അതിന് 20 ലക്ഷം ശമ്പളവും വാങ്ങിയെന്ന് വെളിപ്പെടുത്തുകയാണ് രഞ്ജിത്ത് ബജാജ്. ജമ്മു കാശ്മീരിൽ ഫുട്ബോൾ വികസനത്തിന് വേണ്ടി ചെലവാക്കിയ 20 ലക്ഷത്തിന് ആരോ ബിരിയാണി തിന്നു എന്ന ഉദാഹരണവും ഉണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് കായിക സംഘടനയിൽ ഇതൊക്കെ സംഭവിക്കില്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ വീണ്ടും 1.4 ബില്യൺ ആളുകളുടെ കണക്ക് ഓർമ്മ വരുന്നില്ലേ? ഒരു യുദ്ധത്തിൽ നിൽക്കുന്ന ഇറാനും മറ്റും ലോകകപ്പ് വേദിയിൽ കളിക്കുന്നത് ഓർക്കേണ്ടതല്ലേ? ഇന്ത്യയിൽ ഫുട്ബോളിന് വേണ്ടി എത്ര സ്റ്റേഡിയങ്ങളുണ്ട്? 0 എന്നതാണ് ഉത്തരം. അതായത് ഫുട്ബോൾ കളിക്കുന്ന സ്റ്റേഡിയങ്ങളുണ്ട്, എന്നാൽ രാജ്യത്ത് ഫുട്ബോളിനായി ഒരു സ്റ്റേഡിയം ഇല്ല. ഈ അടിസ്ഥാന പ്രശ്നം പോലും നാം പരിഹരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതുതലമുറ താരങ്ങളെ വളർത്താൻ നാം എന്തു ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്.
ഇന്ത്യയിൽ ഒരു കാലത്ത് കളിക്കാരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന പല അക്കാദമികളും നിർത്തിയിരിക്കുകയാണ്. ISL എന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരം വർദ്ധിപ്പിക്കും എന്നാണ് കരുതിയെങ്കിൽ അതായിരുന്നില്ല സംഭവിച്ചത് എന്നാണ് രഞ്ജിത്ത് ബജാജ് പോഡ്കാസ്റ്റിൽ പറയുന്നത്. ISL നടത്താൻ ഇന്ത്യൻ ഫുട്ബോൾ സംഘടന അവകാശം നൽകിയത് ഒരു സ്വകാര്യ സംരംഭത്തിനാണ്. ഇതുവഴി ഇന്ത്യൻ ഫുട്ബോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിന്റെ സഹായത്തോടെ നല്ല ഭാവിയിലേക്ക് നയിക്കപ്പെടും എന്നാണ് കരുതിയത്. എന്നാൽ ഇത് ശരിയായി നടന്നില്ല എന്നാണ് രഞ്ജിത്ത് ബജാജ് പറയുന്നത്. ഒരു രാജ്യത്ത് ഫുട്ബോൾ വളർത്തുന്നത് മേജർ ലീഗിൽ തുടങ്ങി താഴോട്ടുള്ള ലീഗുകളും അതിൽ നിന്ന് ജയിച്ച് എത്തുന്ന ടീമുകളുമാണ് പ്രധാന സംഭാവന നൽകുന്നത്. എന്നാൽ ഒരു ലീഗ് സിസ്റ്റത്തെ തകർക്കുകയാണ് ISL ചെയ്തത്. രഞ്ജിത്ത് ബജാജിന്റെ മിനർവ FCക്ക് ലീഗ് വിജയിച്ചിട്ടും ISL കളിക്കാൻ പറ്റിയില്ല. കാരണം വർഷം കോടികൾ ലീഗ് നടത്തിപ്പുകാർക്ക് കൊടുക്കുന്ന ടീമുകൾക്ക് മാത്രമാണ് ISL പ്രവേശനം ലഭിക്കുക. ലോകത്തെവിടെയും രാജ്യത്തെ പ്രൈം ലീഗിൽ അവസാനം എത്തുന്നവർ ഡീപ്രമോട്ട് ചെയ്യപ്പെടും. എന്നാൽ ISL ഈ പതിവില്ല. ഇന്ത്യയിലെ പാരമ്പര്യമുള്ള ഫുട്ബോൾ അക്കാദമികൾ പലതും അവരുടെ സ്വന്തം ISL ടീമുകൾ വന്നതിന് പിന്നാലെ കൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇത് നേരെ തിരിച്ചാണ്. വേഗം വൻ വിജയം നോക്കുന്ന ടീം ഉടമകൾ ഒരു ഗ്രാസ് റൂട്ട് അക്കാദമി വളർത്തുന്നതിനേക്കാൾ നല്ലത് ആ പണം വെച്ച് നല്ല കളിക്കാരെ വാങ്ങി വിജയിക്കാം എന്നാണ് കരുതുന്നത്. അതായത് ഇവിടെ ഒരു ഹോം ഗ്രൗണ്ട് താരങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടായാൽ തന്നെ അവർക്ക് രാജ്യത്തെ മേജർ ലീഗ് കളിക്കാൻ കഴിയുന്നില്ല. ഫുട്ബോൾ ഫണ്ട് വിനിയോഗത്തിലും മറ്റും ഗുരുതരമായ പിഴവുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നുവെന്ന് ബജാജ് പറയുന്നു. ഒരു ഉന്നത ഫുട്ബോൾ അധികാരിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു വിദേശ കോച്ചിനെ പുറത്താക്കി. എന്നാൽ ഇയാളെ പുറത്താക്കിയതിന് ഫുട്ബോൾ ഫെഡറേഷന് 5 കോടിയോളം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഒരാളുടെ ഈഗോ ക്ലാഷിൽ ഒലിച്ചുപോയത് ഇന്ത്യയിലെ ഒരു ജൂനിയർ ടീമിന്റെ വാർഷിക ബജറ്റാണ്. ഇത് ഫണ്ട് വെട്ടിക്കുറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തും. എന്നാൽ ഇത് ആത്യന്തികമായി നഷ്ടം വരുത്തുന്നത് പുതുതലമുറയിലെ താരങ്ങൾക്കാണെന്ന് വ്യക്തമാണ്. ഇതിനു പുറമെ സന്തോഷ് ട്രോഫി ടീമിലടക്കം കൈക്കൂലി കൊടുത്ത ആളുകൾ കളിക്കുന്നുവെന്ന് ബജാജ് പറയുന്നു. ഒരു ജോലി, ഒരു കോളേജ് അഡ്മിഷൻ, ഇതിനെല്ലാം വേണ്ടി ഇന്ത്യയുടെ ശേഷിയെ ചിലർ ഇല്ലാതാക്കുകയാണ്. മുമ്പ് ഫിഫ തലവനായിരുന്ന സെപ്പ് ബ്ലാറ്റർ ഇന്ത്യൻ ഫുട്ബോളിനെ ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നാണ് വിളിച്ചത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട ഒരു മെസ്സിയോ റൊണാൾഡോയോ ഏതോ കാലത്ത് ഇല്ലാതായിരിക്കുകയാണ് ഈ സിസ്റ്റത്തിൽ. വീണ്ടും മുൻപ് പറഞ്ഞ 1.4 ബില്യൺ കണക്കിലേക്ക് വന്നാൽ നമ്മുടെ രാജ്യത്ത് 740 ജില്ലകളുണ്ട്. എന്നാൽ ഇതുവരെ ഇന്ത്യൻ ടീമിൽ കളിച്ച കളിക്കാരിൽ 85% വന്നത് ഇതിൽ 25 ജില്ലകളിൽ നിന്നാണ്. ഒരു നാടിൻ്റെ കായിക സംസ്കാരത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിലെ ഫുട്ബോളിനെ ബംഗാളിലും ഗോവയിലും കേരളത്തിലും മണിപ്പൂരിലുമൊക്കെ സജീവമായി നിർത്തുന്നത്. അവയെ വലിയ രീതിയിൽ പോഷിപ്പിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. ഹോക്കിയിൽ ഒഡീഷ ചെയ്തതുപോലെ ഫുട്ബോളിൽ നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കണം. ജപ്പാൻ അവരുടെ രാജ്യത്തെ ഫുട്ബോൾ വളർത്തിയ കഥ ഒരു മുത്തശ്ശി കഥ പോലെ പറഞ്ഞാൽ പോരാ, അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. രഞ്ജിത്ത് ബജാജ് പറയുന്ന ഒരു കാര്യം പ്രസക്തമാണ്. 1983 ലോകകപ്പ് വിജയമാണ് ശരിക്കും ഇന്ത്യയെ ക്രിക്കറ്റാണ് ഈ ദേശത്തിൻ്റെ പ്രൈം ഗെയിം എന്ന ബോധ്യത്തിലേക്ക് മാറ്റിയത്. T20 വേൾഡ് കപ്പും IPL തുടക്കവും ഇതിന് സാമ്പത്തിക അടിത്തറ നൽകി. ഇന്ന് നമുക്ക് വേണമെങ്കിൽ 4 ദേശീയ ക്രിക്കറ്റ് ടീമുകളെ ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കഴിവുള്ള താരങ്ങളുണ്ട്. അതായത് ഇത്തരത്തിലുള്ളൊരു പുഷ് തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു വഴി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ഫുട്ബോൾ സൂപ്പർ താരത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. മുഹമ്മദ് സാല ഈജിപ്തിനായി ചെയ്തതുപോലെ, ദിദിയൻ ദോബ്രെ ഐവറി കോസ്റ്റിനായി ചെയ്തതുപോലെ, വിദേശ ലീഗ് കളിക്കുന്ന ഒരു കൂട്ടം താരങ്ങൾ കേപ്പ് വെർഡേക്ക് ചെയ്തതുപോലെ ഒരു പ്രോ പ്ലെയർ, രാജ്യം ആഘോഷിക്കുന്ന ഒരു പ്ലെയർ ഉയർന്നു വന്നാലേ നമ്മുടെ നാട്ടിലെ ഫുട്ബോളിന് ഒരു ഉണർവുണ്ടാകും. ഇത്തരത്തിലൊരു സൂപ്പർ താരം വന്നാൽ അത് അടുത്ത തലമുറയ്ക്ക് ഇൻസ്പിറേഷനാവും. സച്ചിൻ ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് അടുത്ത സച്ചിൻ വരുമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നീട് ധോണിയും കോഹ്ലിയും പിന്മുറക്കാരായി. ഇപ്പോൾ സൂര്യവംശിയിലെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ പോപ്പുലർ ഗെയിം പോപ്പുലർ ആകുവാൻ ഇന്ത്യയിൽ പോപ്പുലർ ഫിഗർ തന്നെ വേണം. ഇതിനനുബന്ധമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ 2034 ഇന്ത്യക്ക് ഒരു സാധ്യത നമുക്ക് മുന്നിൽ ഉണ്ടായേക്കും. ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ലോകകപ്പിലെ കളി എപ്പോൾ എന്നതിലേക്ക് നമ്മുടെ ചോദ്യം മാറട്ടെ എന്നതാണ് ആഗ്രഹിക്കാൻ കഴിയുന്നത്.